നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മത്സരം UDF-ഉമായിട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP എവിടെയും എതിരാളിയല്ല, ക്രോസ് വോട്ടിംഗിന്റെ സാഹചര്യവുമില്ല, മുസ്ലിം ലീഗ് മതമൗലികവാദ പാർട്ടി തന്നെയാണ് എന്നും കോടിയേരി പറഞ്ഞു. റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പോലും BJP-യെ എതിരാളിയായി കാണുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 20 മണ്ഡലത്തിലും UDF ആണ് എതിരാളി. ഒന്നുകിൽ LDF ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കും. ഈ ഒരു മണ്ഡലത്തിലും കേരളത്തിൽ BJP-യും അവരും തമ്മിൽ മത്സരം നടക്കുന്നില്ല. ഒരു മണ്ഡലത്തിലും LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത്. ഒന്നുകിൽ LDF ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കും എന്ന് മാത്രമേ കേരളത്തിൽ 20 മണ്ഡലത്തിൽ ഇപ്പോഴുള്ളൂ. പിണറായി സർക്കാരിന്റെ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. എന്നാൽ മുഖ്യമായും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമാകും വിലയിരുത്തപ്പെടുക. മുസ്ലിം ലീഗ് മതമൗലികവാദ കക്ഷിയാണെന്നാണ് CPIM-ന്റെ അഭിപ്രായം. 38% മുസ്ലിം വോട്ടുള്ള അമേഠിയിൽ പാണക്കാട് തങ്ങളെ കോൺഗ്രസ് അടുപ്പിക്കുമോ എന്ന് കോടിയേരി ചോദിച്ചു. മുസ്ലിം ലീഗ് മതമൗലികവാദ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. മതമൗലികവാദ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗുമായിട്ടുണ്ടാക്കിയ ബന്ധം കേരളത്തിൽ മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഇപ്പോൾ 6.5 ലക്ഷം മുസ്ലിമുകളുടെ സ്ഥലമല്ലേ അമേത്തി. ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ പ്രചാരവേല ചെയ്യുന്ന മുസ്ലിം ലീഗുകാർ അമേത്തിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രചാരവേല ചെയ്യുമോ? അവിടെ 38% വോട്ടർമാർ മുസ്ലിമുകളാണ്. ഇവിടെ പാണക്കാട് ഹൈദരലി തങ്ങൾ ഒരു ദിവസം അവിടെ അമേത്തിയിൽ പോയിട്ടൊരു പ്രചാരവേല ചെയ്യുമോ? അവിടെ അടുപ്പിക്കുമോ? 1996 മോഡലിൽ കോൺഗ്രസ് BJP ഇതര കക്ഷികളുടെ സർക്കാരിനാണ് ഇത്തവണ സാധ്യതയെന്ന് കോടിയേരി പറഞ്ഞു. BJP-യെ പുറത്തു നിർത്താൻ കോൺഗ്രസിന് ഈ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 9 ദിവസം ബാക്കി നിൽക്കെ 20 മണ്ഡലത്തിലും മത്സരം UDF-നോട് മാത്രമെന്ന് CPM-ന് ഉറപ്പിക്കാൻ പറ്റുമോ? ലീഗ് വർഗീയ പാർട്ടിയെന്ന് ഈ ഘട്ടത്തിൽ CPM-ന് തോന്നിയതിന്റെ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, BJP സംസ്ഥാന സെക്രട്ടറി TK അശോക് കുമാർ എന്നിവരാണ്. കോൺഗ്രസ് നേതാവ് പ്രൊഫസർ KV തോമസ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് എന്നിവർ ടെലിഫോണിലും ചേരുന്നു. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക്, എന്തുകൊണ്ടാണ് 20 മണ്ഡലങ്ങളിലും CPM-ന്റെ എതിരാളി UDF മാത്രമായിരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറയുന്നത്? അല്ല, BJP ഇത്തവണ കേരളത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് സ്വന്തമാക്കും എന്നൊരു വർത്തമാനം കുറേ കാലമായിട്ടുണ്ട്. അത് അവരുടെ അവകാശവാദവും ആഗ്രഹവുമാണ്. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. ചില മണ്ഡലങ്ങൾ അവർ A ഗ്രേഡ് മണ്ഡലം ആയി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയസാധ്യത കൂടുതൽ ആണ് എന്നുള്ളൊരു അവകാശവാദവുമുണ്ട്. പക്ഷെ അതെല്ലാം എങ്ങനെയാണെങ്കിലും A ഗ്രേഡ് ആയാലും B ഗ്രേഡ് ആയാലും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് മുഖ്യമായും LDF-ഉം UDF-ഉം തമ്മിലാണ്. 20 സീറ്റും LDF ജയിക്കും എന്നൊന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. അതുപോലെ UDF-ന് അങ്ങനെ അവകാശവാദം ഉണ്ടാകും തോന്നുന്നില്ല. ജയിക്കുന്നത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ മത്സരരംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ BJP-ക്ക് ചില മണ്ഡലങ്ങളിൽ കൂടുതൽ സ്വാധീനമുണ്ട്, അവർക്ക് കൂടുതൽ ശക്തി കാണിക്കാൻ കഴിയും, അവർക്കവിടെ കൂടുതൽ വോട്ട് കിട്ടുമായിരിക്കാം. പക്ഷേ അത് ഒരു BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കേരളത്തിൽ ഇനിയും രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രൊഫസർ KV തോമസ്, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും CPM-ന് എതിരാളി UDF മാത്രമായിരിക്കുമെന്ന് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ആ നിലപാട് തന്നെയാണോ ആവർത്തിക്കുന്നത്? ഒരിടത്തേക്കും എതിരാളിയായി BJP-യെ കാണുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എടുത്തു പറയുന്ന കേരളത്തിൽ നിങ്ങൾ BJP-യെയും LDF-നെയും ഒരുപോലെയാണ് കാണുന്നത്. കേരളത്തിൽ ഇവിടെ നിന്ന് 20 സീറ്റുകളിലും UDF-ന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് ഞങ്ങൾ. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള നേതാവിനായിരിക്കും പ്രധാനമന്ത്രിയായി വിളിക്കുന്നത്. രാഹുൽ ഗാന്ധി വിളിക്കണമെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകണം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അടുത്തിടെ നടന്ന സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടന്ന സർവേകളിൽ പ്രധാനമായും 3 തിരുവനന്തപുരം, പത്തനംതിട്ട, ഒപ്പം പാലക്കാട് 3 സ്ഥലങ്ങളിൽ ത്രികോണ മത്സരമായിരിക്കും എന്നുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരിക്കുന്നു.
ബി ജെ പി ആകട്ടെ വളരെയേറെ ആത്മവിശ്വാസമാണ് ഈ മണ്ഡലങ്ങളിൽ പുലർത്തുന്നത്. അഭിപ്രായ സർവേകളിൽ 2ാം സ്ഥാനത്ത്, അതായത് തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നും പത്തനംതിട്ടയിൽ 2ാം സ്ഥാനത്തെത്തുമെന്നും പത്തനംതിട്ടയിലും പാലക്കാടും 2ാം സ്ഥാനത്തെത്തുമെന്നും അഭിപ്രായ സർവേകൾ പറയുകയാണ്. ഇതിൽ വിശ്വാസം അർപ്പിക്കുന്നേയില്ല, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും CPM തള്ളുകയാണോ? ഈ സർവേകളെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്ന ആളല്ല. സർവേക്ക് പ്രത്യേകിച്ച് സിഫോളജി, തിരഞ്ഞെടുപ്പ് ശാസ്ത്രം, പഠനശാസ്ത്രം, അത് വളരെ പുരോഗതി പ്രാപിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി സത്യസന്ധമായി ആ സർവേകൾ നടക്കുകയാണെങ്കിൽ അവിടെ പ്രവചിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവചനങ്ങൾ, തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ, അതിൻ്റെ അനാലിസിസ്, അത് എത്രമാത്രം സത്യസന്ധമായി നടത്തപ്പെടുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലതരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി ആണ് ആ സർവേകൾ നടത്തപ്പെടുന്നത് എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പെയ്ഡ് ന്യൂസ് എന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു പ്രതിഭാസം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ചില സർവേകൾ കാണുമ്പോൾ പെയ്ഡ് ന്യൂസ് ആണോ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും സംശയമുണ്ട്. അത് കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 2 മുഖ്യധാര ചാനലുകളാണ് സർവേ നടത്തി ഏകദേശം വലിയ വ്യത്യാസമില്ലാതെ അഭിപ്രായ സർവേകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, മുഖ്യധാര ചാനൽ എന്ന് പറയുമ്പോൾ ഒരു ചാനലാണല്ലോ ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് നമുക്കറിയാമല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ്റെ പാർട്ടി ഏതാണ് എന്ന് നമുക്കറിയാമല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖരനാണ് കേരളത്തിൽ BJPയുടെ പ്രചാരണ ചുമതലയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർവേയെ കുറിച്ചല്ല പറഞ്ഞത്, എങ്കിലും അതെ ഈ മുഖ്യധാര എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ ഏത് ചാനൽ എടുക്കുക, ആ ചാനലിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം എന്നുള്ളത് വ്യക്തമാകും. അതുകൊണ്ട് അത് എവിടെയാണ് ഞാൻ പറഞ്ഞത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. തിരുവനന്തപുരത്ത് ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറയുന്നു LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്, പിന്നെ പറയുന്നു UDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്താണ്. അപ്പോൾ സ്വാഭാവികമായും NDA സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്താവുന്നു. അങ്ങനെ വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സർവേകളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ആ സർവേകളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. ഈ BJPയുടെ അവകാശവാദത്തിലേക്ക് തിരിച്ചു വരാം, താങ്കളുടെ അഭിപ്രായത്തിലേക്കും തിരിച്ചു വരാം. ഇപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത്തരത്തിൽ സർവേ വിശ്വാസത്തിലെടുക്കേണ്ട അഭിപ്രായ സർവേകളെ മാറ്റി നിർത്താം. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ, അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 4 സ്ഥലത്താണ് 2ാം സ്ഥാനത്തായി BJP എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അഭിപ്രായ സർവേകളെ കുറിച്ചുള്ളൊരു ചർച്ചയല്ല ഇത്, എങ്കിൽ പോലും BJPയുടെ അവകാശവാദത്തെ എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? അത് അഭിപ്രായ സർവേകളെ അടിസ്ഥാനമാക്കിയുള്ള അവകാശവാദങ്ങൾ അത് അനുകൂലമെന്ന് തോന്നുന്നവർക്ക് അത് നടത്താം. അതിനെ അടിസ്ഥാനമാക്കി ഒരു നിലപാടിലേക്ക് LDF എത്തിച്ചേരുന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടേതായ സർവേകളുണ്ട്. LDFനെ സംബന്ധിച്ച് പാർട്ടി നടത്തുന്ന സർവേകളുണ്ട്, പഠനങ്ങളുണ്ട്, പരിശോധനകളുണ്ട്. അവയുടെ അടിസ്ഥാനത്തിൽ പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് പ്രവർത്തനം ശുഷ്കാന്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ പറയുന്നു, ഉറപ്പായി പറയുന്നു, കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. അവിടെ BJP 1ാം സ്ഥാനത്ത് എത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. BJP 1ാം സ്ഥാനത്ത് എത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രൊഫസർ KV തോമസ്, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതുപോലെ BJPക്ക് അത്തരമൊരു മേൽക്കൈ, 2ാം സ്ഥാനത്തെത്താനുള്ള ഒരു മേൽക്കൈ പോലും ഒരു മണ്ഡലങ്ങളിലും ഇല്ല എന്നാണോ കോൺഗ്രസും കരുതുന്നത്? ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിൽ 3 മുന്നണികളുണ്ട്, UDF, LDF, NDA. അപ്പൊ ഈ രാഷ്ട്രീയ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് നമ്മൾ മത്സരിക്കും. അത് ഏറ്റവും വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഓരോ വോട്ടും വിലപ്പെട്ടത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശക്തമായി LDFനെയും NDAയും എതിർക്കും, BJP എതിർക്കും. ഞങ്ങൾ ആ പോരാട്ടത്തിൽ അല്പം പോലും അയവരുത്. പ്രൊഫസർ KV തോമസ്, കേരളത്തിൽ ഒരു ദേശീയ തലത്തിലെ ചിത്രം മാറ്റിവെക്കാം. കേരളത്തിലേക്ക് വരുമ്പോൾ CPM പറയുന്നത് പോലെ തന്നെ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി LDF മാത്രമായിരിക്കുമോ?
ഞങ്ങൾക്ക് അങ്ങനെ മുഖ്യ എതിരാളി എന്നോ രണ്ടാം എതിരാളി എന്നോ എന്നൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ആരൊക്കെ എതിർക്കുന്നുവോ അവരെയൊക്കെ ശക്തിയായി തിരിച്ചെതിർക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളെ ആരൊക്കെ എതിർക്കുന്നുവോ അവർക്കെതിരായി ശക്തമായി പ്രതികരിക്കുക, ജനവിശ്വാസം നേടുക, തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, മതനിരപേക്ഷ പാർട്ടിയായി കരുതാനാവില്ല, INL ഒപ്പം താരതമ്യം ചെയ്യാനുമാകില്ല എന്ന്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ എന്താണ് INL-മായി മുസ്ലിം ലീഗിന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്ന വ്യത്യാസം? മുസ്ലിം ലീഗിന് ഇല്ലാത്ത എന്ത് മതനിരപേക്ഷതയാണ് INL-ൽ കാണുന്നത്? അല്ല, ഞങ്ങൾ മുസ്ലിങ്ങളെന്ന നിലയ്ക്ക് നിരാകരിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയ ബോധത്തെയോ രാഷ്ട്രീയ സംഘടനകളെയോ ഞങ്ങൾ തള്ളിപ്പറയുന്നുമില്ല. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഓർമ്മയിൽ കൊണ്ടുവരാതെയാണ് പലപ്പോഴും മുസ്ലിം ലീഗിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയേണ്ടി വരുന്നത്. മുസ്ലിം ലീഗിനെക്കുറിച്ച് ചില നല്ല വാക്കുകൾ പലപ്പോഴും പറയുന്ന ആൾ കൂടിയാണ് ഞാൻ. കാരണം പല തീവ്രവാദ സംഘടനകളെ അപേക്ഷിച്ച് മുസ്ലിം ലീഗ് മതനിരപേക്ഷം ആണെന്ന് മാത്രമല്ല ജനാധിപത്യപരമായ സ്വഭാവം കാണിക്കുന്ന പാർട്ടി കൂടിയാണ്. ലീഗിൻ്റെ അഭാവത്തിൽ ഒരുപക്ഷെ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ കൂടി ശക്തി പ്രാപിക്കുന്ന അവസ്ഥയും ഉണ്ടാകുമായിരുന്നു എന്നും ചിലപ്പോഴൊക്കെ ഇപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ മതനിരപേക്ഷതയെക്കുറിച്ച്, സെക്യുലറിസം, ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ ഉത്കണ്ഠയും ആകുലതയുമുള്ള ഒരു ജനവിഭാഗം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികൾ പോലും ആ വിഷയം അത്ര സംസാരിക്കാറില്ല. അങ്ങനെ സെക്യുലറിസം വേണം, അതിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു സമുദായം അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം എന്ന് പേരിട്ടുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന പേരിൽ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ വിഭാവന ചെയ്യുന്ന സെക്യുലർ ഫാബ്രിക്, പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ അതുമായി ചേർന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് ആ മുസ്ലിം ലീഗ് എന്ന പാർട്ടി, ആ പാർട്ടിയുടെ പല നിലപാടുകൾ അതിനെയൊക്കെ എതിർക്കേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ CPM ഒരുപക്ഷെ അഴിമതി കേസിൽ ജയിലിൽ പോയിട്ടുള്ള ബാലകൃഷ്ണപിള്ള UDF-ൽ ഏക ആളായിരിക്കാം ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ജയിലിൽ പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ UDF-നൊപ്പം നിന്നിരുന്ന സമയത്ത് അദ്ദേഹത്തെ മാക്സിമം അധിക്ഷേപിച്ചു. അതിനുശേഷം മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൊട്ടുകൂടായ്മയൊന്നുമില്ല. അതുപോലെ തന്നെ K മാണി സാറിൻ്റെ കാര്യവും ഇത് സമാനമായ കാര്യമാണ് ഇതിലുമുണ്ടായത്. K മാണി സാറിൻ്റെ കാര്യത്തിലും അദ്ദേഹം UDF-നൊപ്പം നിന്നപ്പോൾ ഏറ്റവും ശത്രുതയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും ഒരു വിരോധ മനോഭാവത്തോടുകൂടി പെരുമാറിയെങ്കിലും അദ്ദേഹം LDF-ലേക്ക് ഒരു അടുപ്പം കാണിച്ച സമയത്ത് ഈ അഴിമതി കഥകളൊന്നും ഇല്ലാതെയായി. അത്തരത്തിൽ തന്നെയല്ലേ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലും? മുസ്ലിം ലീഗിനോട് അത്തരത്തിൽ ഒരു തൊട്ടുകൂടായ്മ ഏതെങ്കിലും ഘട്ടത്തിൽ LDF പൂർണ്ണമായി കാണിച്ചിട്ടുണ്ടോ? അല്ല, രാഷ്ട്രീയത്തിൽ അപ്രകാരം സ്ഥിരമായി മിത്രങ്ങളോ സ്ഥിരമായി ശത്രുക്കളോ ഇല്ല. അങ്ങനെ ശത്രുതയോ അകൽച്ചയോ സ്ഥിരമായി പാലിക്കാനും കഴിയില്ല. ഓരോ അവസ്ഥയിലും കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും, വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ BJP-യുമായി ആജന്മ ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം CPM. പക്ഷേ ആ CPM തന്നെ ചില ഘട്ടങ്ങളിൽ കേന്ദ്രത്തിൽ ചില അവസരങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം VP Singh നൽകിയ പിന്തുണ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് സ്ഥിരമായ താല്പര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ലീഗുമായി ഇടതുപക്ഷങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല, തള്ളിക്കളയുന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ ഒരു നിലപാട്, പാർട്ടിയുടെ മാത്രമല്ല ഒരു പൊതുവായ നിലപാട് രാജ്യത്ത് എവിടെയുമുള്ളത്, ഒരു മതത്തിൻ്റെ സമുദായത്തിൻ്റെ പേര് ഇട്ടുകൊണ്ട് ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ വിഭാവന ചെയ്യുന്ന ആ സെക്യുലറിസത്തിന്, ആ സെക്യുലർ കൺസെപ്റ്റിന് നിരക്കുന്നതല്ല, യോജിച്ചു പോകുന്നതല്ല എന്ന അഭിപ്രായം പറയേണ്ടി വരുന്നു. പ്രൊഫസർ KV തോമസ്, ഇത്തരത്തിൽ CPM പറയുമ്പോൾ, അതായത് INL-നുമായി താരതമ്യപ്പെടുത്താവുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്, മതനിരപേക്ഷ പാർട്ടി എന്ന് പറയാനാവില്ല, വർഗീയ പാർട്ടിയാണ് എന്ന് CPM ഇപ്പോൾ പറയുന്നത് INL-നെ ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ? CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോടുള്ള വ്യക്തിപരമായ എല്ലാ മമതയും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, CPM-നെ പോലെ ഇത്രമാത്രം അവസര രാഷ്ട്രീയമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തില്ല.
അവർക്ക് തൊടാനും തോണ്ടാനുമുള്ള ഇഷ്ടമുള്ളവരൊക്കെ അവർക്ക് താല്പര്യം, അല്ലാത്ത സന്ദർഭത്തിൽ അവർ തള്ളിപ്പറയും. ഈ IUML-ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ, INL കാണാത്ത പ്രത്യേകത എന്താണ് IUML കാണുന്നത്? മാത്രമല്ല നമുക്കറിയാം പല സന്ദർഭങ്ങളിലും വോട്ടിന് വേണ്ടി 10 വോട്ട് കിട്ടാൻ വേണ്ടി എത്രയോ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് എടുത്തിട്ടുള്ളത്. സദ്ദാം ഹുസൈനെ സ്വാഗതം ചെയ്ത ആളുകളാണ്. ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈന് വേണ്ടി ഇവിടെ വോട്ട് പിടിച്ച ആളുകളല്ലേ. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. CPM-ന് അങ്ങനെ വ്യക്തമായ ഇത്തരം കാര്യങ്ങളും അവർക്ക് വോട്ട് കിട്ടണം, രാഷ്ട്രീയ വോട്ട് കിട്ടണം. അപ്പോൾ തൽക്കാലത്തേക്ക് IUML തള്ളിപ്പറയുക, നാളെ അവരെ വേണമെങ്കിൽ കൂടെ പിടിക്കുക, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ പ്രൊഫസർ KV തോമസ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ താങ്കൾ പറഞ്ഞു നിർത്തിയതും അതാണ്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുവോ സ്ഥിരമായ മിത്രമോ ഇല്ല. അങ്ങനെ പറയുമ്പോൾ മിത്രമായി വരുമ്പോൾ ഒരു കുഴപ്പവും മുസ്ലിം ലീഗിനില്ല. ശത്രുത ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ തൊട്ടുകൂടാത്തവരാണ്, വർഗീയ പാർട്ടികളാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം വരിക? അല്ല, അത് സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. അത് ഓരോ അവസ്ഥയെ രാഷ്ട്രീയമായ അവസ്ഥ കൈകാര്യം രാഷ്ട്രീയമായ അവസ്ഥയെ വിചാരിച്ചുകൊണ്ട് വർഗീയ പാർട്ടി എന്ന് പറയാൻ സാധിക്കും. കൈകാര്യം ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ വന്ന 1977 ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും പ്രസ്ഥാനങ്ങളും, അത് ഹിന്ദുവോ മുസ്ലിമോ അതൊന്നും ഞങ്ങൾ നോക്കിയില്ലല്ലോ, എല്ലാവരും ചേർന്ന് എതിർത്തത് ഈ KV തോമസിൻ്റെ പാർട്ടി കോൺഗ്രസിനെയും അവരുടെ നേതാവ് ഇന്ദിരാഗാന്ധിയെയുമായിരുന്നു. അത് എതിർക്കുക എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയെ എതിർത്ത് തോൽപ്പിക്കുക. അവിടെ കൂടാവുന്ന എല്ലാവരും ആരുമായും കൂട്ടുകൂടുമായിരുന്നു എന്നതുപോലെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പലരുമായും സഹകരിക്കേണ്ടി വരും, സഹകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം അവരെ സ്ഥിരമായി ന്യായീകരിക്കുക, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറയുക എന്നല്ല, അങ്ങനെ പറയാൻ കഴിയുകയുമില്ല. BJP സംസ്ഥാന സെക്രട്ടറി അശോക് കുമാർ കൂടി ചേരുന്നു. നേരത്തെ താങ്കൾ പ്രത്യക്ഷമായി അഭിപ്രായം പറയേണ്ട വിഷയമായിരുന്നു, അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നുള്ളതാണ്. INL കൂടെ നിൽക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറയാൻ സാധിക്കുമോ? BJP-യുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? പാർട്ടിയാണെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ അസന്നിഗ്ധമായിട്ട് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയത്ത് ഒരു കാര്യം കൂടെ പറയാം, നിലവിലെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തോടും ഭരണഘടനയോടും കൂറു പുലർത്തി തന്നെയാണ് മുസ്ലിം ലീഗ് പോകുന്നത്. ആ കാര്യത്തിലൊന്നും മുസ്ലിം ലീഗുമായി വിയോജിപ്പില്ല. അതേ സമയത്ത് പൂർണ്ണമായും മതബദ്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് കൈയാളുന്നത് എല്ലാ കാലത്തും. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ വളർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സമസ്തയുടെ നിയന്ത്രണത്തിൽ, സമസ്ത എന്ന് പറയുന്ന മത നിയന്ത്രണത്തിൽ നിന്ന് അതിൽ നിന്ന് ഡയറക്റ്റ് മുസ്ലിം ലീഗായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്ന സാഹചര്യം നമുക്കറിയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റൂ, ഹിന്ദു ആളുകൾ പുണ്യമായി കരുതുന്നതിന്റെ പേരിൽ ഗംഗ എന്ന നദിയുടെ പേര് മാറ്റി ഗ്രേസ് എന്നാക്കിക്കൊണ്ടൊരു മന്ത്രി, മുസ്ലിം ലീഗിന്റെ മന്ത്രി അവിടെ താമസിക്കുന്ന സാഹചര്യമുണ്ടായി. ചാലിയാറാണെങ്കിൽ അതിന്റെ പേര് മാറ്റില്ലായിരുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ട്. അത് മാത്രമല്ല, ഈ മുൻകാലത്ത് മുസ്ലിം ലീഗ് ഇതേ തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നമ്മൾ സ്വാതന്ത്ര്യ ചരിത്രത്തില് സ്വാതന്ത്ര്യം കിട്ടുന്ന 40 കാലം വരെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന 40-45 കാലം വരെ വല്ലഭായ് പട്ടേലിന്റെയും നെഹ്റുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന പ്രവർത്തിച്ചത്. ഇന്ന് എപ്രകാരമാണോ സുധീരന്റെയും ചെന്നിത്തലയുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിക്കുന്നത്, ആ തരത്തിൽ തന്നെ പ്രവർത്തിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അപായകരമായ സൂചന നൽകുന്നത്. വിഭജനവാദം ഏത് ഘട്ടത്തിലും മുന്നോട്ട് വെക്കാൻ പറ്റുന്ന സാഹചര്യം വരുമെന്നാണ് പറഞ്ഞത്. അത് അവിശ്വസിക്കുകയല്ല, മുൻ ചരിത്രം അത് രേഖപ്പെടുത്തുന്നു. ഇത്രയും മതബദ്ധമായിട്ടുള്ള ഒരു പാർട്ടിക്ക് മതേതരമായ സർട്ടിഫിക്കറ്റ് നൽകിയത് EMS നമ്പൂതിരിപ്പാടാണ് 67-ൽ. പിന്നെ അതിന്റെ അടിയിൽ കരുണാകരൻ അദ്ദേഹത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി NOC കൊടുക്കുകയായിരുന്നു, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അങ്ങനെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒന്നിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയും മതേതരമായിട്ടുള്ള NOC കൊടുക്കുകയും ചെയ്തിട്ടുള്ള ലീഗിനെ മതേതരമാണെന്ന് പറയുകയും അതേ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ പ്രചരണ തന്ത്രം എന്താണ്? മതനിരപേക്ഷത, മതേതരത്വം, മതവർഗീയത. ഇതൊക്കെ BJP-ക്കെതിരെ ആരോപിക്കുക, ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക, അത് മാത്രം തെരഞ്ഞെടുപ്പ് പറയുക. ഇത് പറയുന്നവരാണ് ലീഗിനെ കൂട്ടുപിടിക്കുന്നത്. അവിടെയാണ് വൈരുദ്ധ്യം. ലീഗ് മതേതരമാണോ മതപാർട്ടിയാണെന്ന് പറഞ്ഞു. സെക്രട്ടറി KPA മജീദ് കൂടി ചേരുന്നു. ശ്രീ KPA മജീദ്, ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയോട് എങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രതികരിക്കുന്നത്?
ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ശ്രീ അശോക് കുമാർ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇതേ കാരണം, അതായത് BJP ഉന്നയിക്കുന്ന അതേ ആരോപണമല്ലേ മുസ്ലിം ലീഗിനെതിരെ CPM ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇത് തന്നെയാണ് അശോക് കുമാറിൻ്റെ പാർട്ടിക്കെതിരെയും പറയുന്നത്. മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ മതേതരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ മുസ്ലിം ലീഗ് സമ്പൂർണ്ണമായും വർഗീയ പാർട്ടിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അവർ ഭരണഘടനയോട് പ്രത്യക്ഷത്തിൽ കൂറ് പുലർത്തുന്നുണ്ടാവാം, വിശ്വസ്തത പാലിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ നിലപാട് മതേതരമാകുന്നില്ല, പൂർണ്ണമായും മതേതരമാകാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്ര സംവിധാനത്തിൽ ഔദ്യോഗിക മതമൊന്നുമില്ലല്ലോ. പാകിസ്ഥാനിലെ പോലെ അല്ലല്ലോ. പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, നമ്മൾ വെറും റിപ്പബ്ലിക്കാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അപ്പോൾ അവിടെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അശോക് കുമാർ ചില പേരുമാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അടുത്ത കാലത്തുണ്ടായ പേരുമാറ്റങ്ങളൊന്നും ഞാനിപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിം ധ്വനിയുള്ള പേരുകളൊക്കെ മാറ്റി അതിന് മറ്റെന്തൊക്കെയോ പേരുകൾ നൽകുക, ആ വക പ്രഹസനങ്ങളും ഒക്കെ രണ്ട് ഭാഗത്തും നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഈ രണ്ട് പാർട്ടികളും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു, മതപരമായ വീക്ഷണമാണ് അവർക്കുള്ളത്. അതൊരു മതനിരപേക്ഷ സമൂഹത്തിന് ചേർന്നതല്ല. പ്രൊഫസർ KV തോമസ്, രണ്ടുപേരും പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം BJP നേതാവ് അശോക് കുമാർ. ശ്രീ അശോക് കുമാർ, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ CPM വളരെ ശക്തമായ നിലപാട് മുസ്ലിം ലീഗിനെതിരെ പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യവും താങ്കൾ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു ഭാഗം ചർച്ച ചെയ്തു പോകുന്നു. ഇവിടെ 20 മണ്ഡലങ്ങളിലും LDFിൻ്റെ എതിരാളി, CPMൻ്റെ എതിരാളി UDF മാത്രമാണ് എന്ന് BJP ചിത്രത്തിലില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഹലോ, എന്നോടാണോ? ഹലോ, ശ്രീ അശോക് കുമാർ, തുടർന്നോളൂ. CPMന്റെ പ്രതിനിധിക്ക് അങ്ങനെ പറയാൻ ആത്മാർത്ഥമായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. നിലവിലെ ഈ കേരള സംസ്ഥാനത്തിൽ നടന്നിട്ടുള്ള സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ മാത്രം അധികരിച്ച് പറയുകയാണെങ്കിൽ 1-2 സ്ഥലത്ത് BJP 1-ാം സ്ഥാനത്തും ബാക്കി 2-3 സ്ഥലത്ത് 2-ാം സ്ഥാനത്തും എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ വരുന്നു. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മുൻ അനുഭവങ്ങൾ ത്രിപുരയുടെയും ബംഗാളിന്റെയും ഒക്കെ അധിക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിനും BJPക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം തുല്യമായിരിക്കും. അതിൽ ഈ സംശയലേശമില്ലാതെ പറയാൻ സാധിക്കും. അതേ സമയത്ത് തന്നെ ബംഗാളിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കുമുള്ള സീറ്റുകൾ തുല്യമാണ്. ആ തുല്യമായിട്ടുള്ള സീറ്റുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ പിറകോട്ട് പോവുകയും BJP 2-ൽ നിന്ന് 20-ലേക്ക് കുതിച്ചു കയറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ത്രിപുരയിലെ 2 അവർക്ക് നഷ്ടപ്പെടും, ആ 2 ഞങ്ങൾ പിടിച്ചെടുക്കും. കേരളത്തിൽ ഞങ്ങൾക്കും അവർക്കും സമാനമായിട്ടുള്ള സീറ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. യഥാർത്ഥ ഫീൽഡിൽ ജനാധിപത്യത്തിന്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. പിന്നെ എന്തുകൊണ്ടാണ് CPM ഈ ഘട്ടത്തിൽ അങ്ങനെ പറയുന്നത് എന്ന് BJP കരുതുന്നു? അല്ല, CPMന് അങ്ങനെ അല്ലാതെ ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ലല്ലോ. ത്രിപുരയിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിലും അവർ പറഞ്ഞത് അവരധികം നിലനിർത്തുമെന്നുള്ളത്. അതായത് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനം അതിന് നിർണായകമായിട്ടൊരു ഘടകം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്കത് രാഷ്ട്രീയമായിട്ട് ഉപകാരപ്പെട്ടു. കാരണം മുൻകാലങ്ങളിലൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നത് പ്രാദേശിക രാഷ്ട്രീയമായിരുന്നു. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേരിട്ട് മത്സരത്തിന് വേണ്ടി ഇടതുപക്ഷത്തിനെതിരെ കേരളത്തിലേക്ക് വരികയും NDA UPA അതല്ലെങ്കിൽ BJPയും കോൺഗ്രസുമായിട്ടുള്ള നേരിട്ടുള്ള മത്സരമായി. ഇവിടെ എന്താ വളരെ രസകരമായിട്ടുള്ള കാര്യം, ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ക്രിക്കറ്റ് മാമാങ്കത്തില് രാഹുൽ ഗാന്ധി ബൗൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ സിക്സർ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഈ സ്റ്റേഡിയത്തിലെ ഇഞ്ചി മിഠായി വിൽക്കുന്ന ആളുടെ റോളാണ് സീതാറാം യെച്ചൂരിക്കുമുള്ളത്. നിങ്ങൾ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ വളരെ അഗ്രസീവായി
മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കുന്ന നിങ്ങൾ അവിടെ ഇരുന്ന് അമിത്ഷാ പ്രസ്താവന നടത്തുന്നു, വയനാട്ടിലെ കൊടികൾ ഒക്കെ കാണുമ്പോൾ അത് പാകിസ്ഥാനാണോ എന്ന് സംശയിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി വന്നിട്ട് പക്ഷേ അത്തരം ഒരു പരാമർശവും ഉണ്ടായില്ലല്ലോ. കേരളത്തിലേക്ക് വരുമ്പോൾ BJP അക്കാര്യം മറന്നു പോവുകയാണോ? കേരളത്തിൽ മറക്കുകയല്ലല്ലോ ഇത്. ഞങ്ങൾ മുസ്ലിം അതിനകത്ത് വളരെ കൃത്യമായി ആക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ കൃത്യമായിട്ട് എതിർക്കുന്നു. ഞങ്ങൾ അതിനെ എതിർക്കുമ്പോൾ നിങ്ങളത് മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ള എതിരായിട്ടുള്ളതായിട്ട് വ്യാഖ്യാനിക്കുന്നു പല മാധ്യമങ്ങളും. അവിടെയാണ് നിങ്ങളോട് പരിഭവവും നീരസവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതല്ല, ഈ നരേന്ദ്രമോദിയുടെ പ്രസ്താവന, വിവാദമായ പ്രസ്താവന വന്നിട്ട് കുറച്ചു ദിവസങ്ങളല്ലേ ആയുള്ളൂ. ഇന്നലെ പ്രധാനമന്ത്രി വന്നപ്പോൾ അത്തരം ഒരു പരാമർശവും വയനാടിനെ കേന്ദ്രീകരിച്ച് വന്നില്ല. അമിത്ഷായുടെ പ്രസ്താവന ഏറെ വിവാദമാവുകയും ചെയ്തതാണ്. അത്തരത്തിലൊന്നും പറയാതെ ആചാര സംരക്ഷണത്തിന്റെ വളരെ സേഫ് മോഡിൽ നിന്നല്ലേ പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ട് പോയത്? അതിലൊരു പ്രധാന കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ശബരിമലയിലെ ആചാര സംരക്ഷണം തന്നെയാണ്. മാസങ്ങളോളം കേരളത്തിലെ വിശ്വാസി സമൂഹം നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ സമര പോരാട്ടം തന്നെ ചർച്ചയാവും. അതിൽ ഈ നാട്ടിലെ ആളുകൾ, വിശ്വാസി സമൂഹത്തിന്റെ അവരുടെ മുഴുവൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ BJPയുടെ നിലപാട് കേട്ടു. ഇവർ വളരെ ആത്മവിശ്വാസം അവർ പുലർത്തുന്നു, രാഷ്ട്രീയപരമായി പുലർത്തുന്നു എന്നുള്ളത് മാറ്റിവെക്കാം. അതിനുപരിയായി നമ്മുടെ കണക്കുകൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പറയുമ്പോഴും ഇവരുടെ പെർസെൻറ്റേജ് ഉയരുകയാണ്. BJP വോട്ട് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നത് താഴേക്കല്ല പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിച്ചതാണ്. കഴിഞ്ഞ ലോക്സഭയുടെ കാര്യത്തിലും ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സുവ്യക്തമാണത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ കണ്ണടച്ചുകൊണ്ട് BJP മുന്നിലില്ല എന്ന് എങ്ങനെയാണ് CPM-ന് പറയാൻ സാധിക്കുക? അല്ല, അതുകൊണ്ട് CPM എന്ത് ചെയ്യണം? മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്നാണ്. അല്ല, CPM മത്സരരംഗത്ത് നിന്ന് പിന്മാറണമല്ല. ഈ ഘട്ടത്തിൽ, അതായത് 9 ദിവസം ശേഷിക്കുന്നു, ഈ ഒരു ഘട്ടത്തിൽ BJP ചിത്രത്തിലില്ല എന്ന്, അല്ലെങ്കിൽ BJP എതിരാളിയായി ഒരു സ്ഥലത്തും വരുന്നില്ല എന്ന്. കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൻ്റെ ചിത്രം, അങ്ങനെ ഒരു നിയമം ഓരോ ഭാഗം നോക്കുമ്പോൾ അതിന് കൃത്യമായ എവിഡൻസ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പിന്നിൽ നിൽപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് CPM ഈ ഘട്ടത്തിൽ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ സെക്രട്ടറി എന്ത് പറയണം? BJP ചില മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു, ഞങ്ങളെക്കാൾ മുന്നിൽ പോയിരിക്കുന്നു എന്ന് പറയണോ? അങ്ങനെ ഒരു പാർട്ടിയും പറയില്ലല്ലോ. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞാൽ പോലും പറയില്ല. ഫലപ്രഖ്യാപനം നടക്കുന്നത് വരെ വിജയം അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾ കുറേ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നതെങ്കിൽ ആ സർവേകളെ വിശ്വസിക്കാൻ കഴിയില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന് കാരണമുണ്ട്. ഇനി കൂടുതൽ പേരുകൾ എടുത്തു പറഞ്ഞ് ആ സർവേകളെ വിശ്വാസത്തെ ഞാനിപ്പോൾ ചോദ്യം ചെയ്യുന്നുമില്ല. കാരണം ഒരു ചാനലിലിരുന്ന് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഈ സർവേകളെ അടിസ്ഥാനമാക്കി പറയുക, അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ, അതൊക്കെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിലെ അവലോകനങ്ങളിലേക്ക് അത് അടിസ്ഥാനമുണ്ടാകുമായിരിക്കാം. പക്ഷേ അവിടെ നിന്നൊക്കെ പോയി ഇപ്പോൾ ലേബി പറഞ്ഞതുപോലെ ഇനി എത്ര ദിവസങ്ങളുണ്ട്? 9 ദിവസമുണ്ട്. മത്സരരംഗത്ത് എല്ലാ പാർട്ടികളും വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എറണാകുളത്ത് ഞാൻ പ്രവർത്തിക്കുന്നത്, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയാം, മറ്റ് സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തെ മൊത്തം കാര്യങ്ങൾ അറിയുന്നതിനും അപഗ്രഥിക്കുന്നതിനുമുള്ള സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പാർട്ടി സെക്രട്ടറി ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ് എന്ന്. യൂത്ത് ലീഗ് നേതാവ് നജീബ് കാന്തപുരം കൂടി ചേരുന്നു. നജീബ് കാന്തപുരം, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാമർശം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗങ്ങളൊന്നും കേൾക്കാത്തത് കൊണ്ട് ഏത് തരത്തിലാണ് അത് ചർച്ച വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് വാളയാർ കടന്നാൽ നമ്മള് ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. വർഗീയ കക്ഷിയുമായി CPM-ന് കൂട്ടുകൂടാമോ എന്ന കാര്യത്തിൽ അവരാണ് വ്യക്തത വരുത്തേണ്ടത്. മുസ്ലിം ലീഗും അതുപോലെ CPM-ഉം കോൺഗ്രസും എല്ലാം ഒന്നിച്ച്
തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണ്. ഇന്നലെ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിന് സജീവമായിട്ടുണ്ടായിരുന്നത് CPM-ന്റെ നേതാവാണ്. അതുപോലെ തന്നെ മധുരയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ CPM ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള കോമഡികൾ ആളുകൾ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. ഇതൊക്കെ ഒരു സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു പരാമർശം CPM-ന്റെ നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത് വളരെ കൃത്യമായി BJPക്ക് പഠിക്കുകയാണ്, അല്ലെങ്കിൽ BJPയോടാണ് അവർ മത്സരിക്കുന്നത്. BJP എന്ത് പറയുന്നു അതേ ആവർത്തിച്ചുകൊണ്ട് അതിന്റെ ഒരു മെഗാഫോണായി നിൽക്കുന്നതിന്റെ ഭാഗമായി ചില സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരാമർശങ്ങൾ മാത്രമാണ്. ഇത്തരം പരാമർശമൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കിടയിലോ ജനങ്ങൾക്കിടയിലോ അത് ചർച്ചയാകാൻ പോകുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരൊക്കെ ആകെ ഒരു ലെക്ക് കെട്ട നിലയിലാണ്. കാരണം ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് അറിയില്ല, ആരോടാണ് ശത്രുത വെക്കേണ്ടതെന്ന് അറിയില്ല, ആരോടാണ് മത്സരം എന്നറിയില്ല, ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനാവില്ല, എന്താണ് അവരുടെ പ്രകടന പത്രിക എന്ന് പറയാനാവില്ല. ഇന്ത്യയിൽ ഇത്തരത്തിൽ ദുർബലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദുര്യോഗം എന്നല്ലാതെ ഇത്തരം പരാമർശങ്ങളെ കുറിച്ച് മറ്റൊന്നും നമുക്ക് പറയാനില്ല. അപ്പൊ ഞാൻ പറയുന്നത് CPM അല്പമെങ്കിലും ഒരു മര്യാദയുള്ള രാഷ്ട്രീയ പാർട്ടി ആവണം. ഒരു ഇത്തിരി മര്യാദയുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പരാമർശം അവർക്ക് നേരെ തന്നെയാണ് തിരിഞ്ഞു കിട്ടുന്നത് എന്നെങ്കിലും ചിന്തിക്കാൻ അവർക്ക് കഴിയണം. മാത്രമല്ല, മുസ്ലിം ലീഗ് എന്നാണ് അവർക്ക് വർഗീയമായത്? കേരളത്തിൽ മുസ്ലിം ലീഗും CPM-ഉം ഒന്നിക്ക് ഭരിച്ച് മുന്നോട്ട് പോയ കാലങ്ങളുണ്ടായിരുന്നില്ലേ? അതിനുശേഷം പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ഏതാനും എനിക്ക് തോന്നുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു ഒരു TV ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലൊക്കെ മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ വ്യക്തതയോടെ പറയുന്ന കാര്യമുണ്ടല്ലോ. മുസ്ലിം ലീഗിനെ ഒരിക്കലും വർഗീയ കക്ഷിയായി കാണാൻ കഴിയില്ല, മുസ്ലിം ലീഗ് ഒരിക്കലും വർഗീയ പാർട്ടി അല്ല എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഒരു TV ഇന്റർവ്യൂവിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അപ്പൊ അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം എന്നതുകൊണ്ടല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്താണ് ഇത്തരത്തിൽ അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു പിണറായി വിജയൻ കുറച്ച് നാളുകൾക്ക് മുൻപ് വർഗീയ പാർട്ടിയേ അല്ല മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറയുന്നു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയാണ്, INL-മായി താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത പാർട്ടിയാണ് എന്ന്. അല്ല, മുസ്ലിം ലീഗിനെ കുറിച്ച് ഓരോ പാർട്ടികളും നേതാക്കന്മാരും ഓരോ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ലീഗിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു വളരെ പ്രസിദ്ധമായി നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ടല്ലോ. ഇന്ന് കോൺഗ്രസിൻ്റെ നിലപാട് അതല്ല, കോൺഗ്രസിൻ്റെ നിലപാട് മാറിയിരിക്കുന്നു. ഒരു ചത്ത കുതിരയുമായി കോൺഗ്രസ് സഖ്യത്തിലേർപ്പെടേണ്ട കാര്യമില്ല. ആ കുതിരപ്പുറത്ത് കോൺഗ്രസിന് സവാര ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഓരോ ഘട്ടത്തിൽ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും, അഭിപ്രായങ്ങളിൽ മാറ്റം വരും. INL-മായി ലീഗിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത് INL-ന് കുറേ കൂടി മതനിരപേക്ഷമായ സ്വഭാവം പ്രത്യക്ഷത്തിലെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കാം, മറ്റു കാരണങ്ങളും കാണുമായിരിക്കാം. കാരണം നിങ്ങളുടെ ചാനലുമായാണ് അദ്ദേഹം ഈ സംഭാഷണം നടത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് അല്ലെങ്കിൽ തീവ്രമായ മതവർഗീയതയുണ്ട് എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഈ ചർച്ചയിലും പറഞ്ഞിട്ടില്ല. പല മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയും വളർച്ചയ്ക്ക് തടയിടുന്നത് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമാണ് എന്ന നിലപാട് എനിക്ക് പണ്ടുമുണ്ട്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ മുസ്ലിം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നു. അത് ക്രിസ്ത്യൻ ലീഗായാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാർട്ടി ആയാലും ഹിന്ദു പാർട്ടി ആയാലും ഹിന്ദു മഹാസഭയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് ഏത് ആണെങ്കിലും അതിനോട് യോജിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. പ്രത്യക്ഷത്തിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അത് ഒരു വൈരുദ്ധ്യമായി തോന്നുന്നുണ്ട്. പ്രൊഫസർ KV തോമസ്, ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് ഇത്തരത്തിൽ CPM-ന്റെ ഒരു നിലപാട് അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുകയുണ്ടായി. ഒപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ അഭിപ്രായം ശ്രീ നജീബും പറയുകയുണ്ടായി. കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും പിന്നോട്ട് ഉള്ള നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം വർഗീയപരമായിട്ടായിരുന്നു എന്ന് കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ കരുതിയിട്ടുണ്ടോ? പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും. ശ്രീ നജീബ്, ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം
ഉണ്ട് എന്ന് CPM ഈ ഘട്ടത്തിൽ പറയുമ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ പറയുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് താങ്കൾ കരുതുന്നു? ശ്രീ നജീബ്, ഹലോ, നജീബ് കേൾക്കുന്നുണ്ടോ? അതെ അതെ, എന്നോടാണോ ചോദിച്ചത്? ഈ ഘട്ടത്തിൽ, അതായത് തിരഞ്ഞെടുപ്പിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കുന്നു, ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്, വർഗീയ പാർട്ടിയാണ് എന്ന് ഈ അവസരത്തിൽ CPM പറഞ്ഞതിന്റെ രാഷ്ട്രീയം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് യോഗി ആദിത്യനാഥിന്റെ ശബ്ദം ഇവിടെ മാറ്റൽ കൊള്ളുകയാണ്. ഇത് നേരത്തെ നമ്മൾ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ തുടർച്ചയാണ്. യോഗി ആദിത്യനാഥ് എന്ത് പറയുന്നോ അത് പൂരിപ്പിക്കുകയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ ചുമതല. ആ തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ വളരെ നിശിതമായ ഭാഷയിൽ വർഗീയത വളരെ വമിക്കുന്ന തരത്തിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തിയത്. അതേ യോഗി ആദിത്യനാഥിന്റെ ശബ്ദമാണ് ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ മുഴക്കിയത്. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് നേരത്തെ യോഗി പറഞ്ഞ അഭിപ്രായമാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും കൈകോർത്തിരിക്കുന്നു. എല്ലാ തലത്തിലും അവർ കൈകോർത്തിരിക്കുന്നു. അവർക്ക് ഒരു മുഖപത്രമായി മാറിയിരിക്കുന്നു. ദേശാഭിമാനി ജന്മഭൂമി ഏത്, ദേശാഭിമാനി ഏത് എന്ന് മനസ്സിലാവാത്ത വിധമായിരിക്കുന്നു. നരേന്ദ്രമോദി സംസാരിക്കുന്നതിന്റെ തുടർച്ചയായി പിണറായി വിജയൻ സംസാരിക്കുന്നു. യോഗി സംസാരിക്കുന്നതിന്റെ തുടർച്ചയായി ഇവിടെ കോടിയേരി സംസാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കടുത്ത വർഗീയതയിലേക്ക് അല്ലെങ്കിൽ കടുത്ത ധ്രുവീകരണത്തിലേക്ക് BJP ലക്ഷ്യം വെക്കുന്ന ഒരു അജണ്ടയെ വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കോടിയേരിയും CPM-ഉം നടത്തുന്ന തറവേലയായി മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചതിൽ വളരെ അതിനുത്തരം പറയേണ്ട കാര്യമാണ്. എന്താണ്, ഇതേ പാർട്ടിയുമായി തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരുമിച്ച് വേദി പങ്കിടുമ്പോൾ അവിടെ വർഗീയത ഇല്ലേ? എന്റെ മുസ്ലിം ലീഗിന് അവിടെ ഇതേ മുസ്ലിം ലീഗ് തന്നെ അല്ലേ തമിഴ്നാട്ടിലുള്ളത്? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദ വേണ്ടേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളൊക്കെ ഇത് വീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാകണ്ടേ? മുസ്ലിം ലീഗിനെ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. എന്നാ നിങ്ങൾ സംസ്ഥാനത്തിനപ്പുറത്ത് ഇങ്ങനെ ഒരു ഡോക്ടർ സെബാസ്റ്റ്യൻ, അത് ഇപ്പോൾ നജീബ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. കേരളത്തിന്റെ അതിർത്തി വരെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി, അതിർത്തി പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പടം വച്ച ബാഡ്ജ് കുത്തിക്കൊണ്ട് വോട്ട് ചോദിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലെ ചിത്രം ഇങ്ങനെയാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ അതിർത്തിക്കിപ്പുറം, തമിഴ്നാടിൻ്റെ അതിർത്തിക്കിപ്പുറം കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്ര ശക്തമായി മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കാൻ CPM-ന് ധാർമ്മികമായി സാധിക്കുക? അല്ല, ധാർമ്മികമായി മാത്രമേ അങ്ങനെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഓരോ പ്രദേശത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും, നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകും, കൂട്ടുചേരലിൽ വ്യത്യാസമുണ്ടാകും. എന്തിന് അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകുന്നു? കേരള അതിർത്തിക്ക് അകത്ത് തന്നെയല്ലേ മാഹി എന്നൊരു ചെറിയ പ്രദേശമുള്ളത്. അവിടെ ഉണ്ടല്ലോ ഈ വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ അത്തരം വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്ന ചോദ്യം ചോദിച്ചാൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ഉത്തരം പറയാൻ കഴിയാത്ത അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് ഒരു വശത്ത്, നമ്മുടെ സ്ഥായിയായ നിലപാടുകൾ വേറൊരു വശത്ത്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ അത് തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളുടെയോ കൂട്ടുചേരലിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ വിശദീകരിക്കേണ്ട ഒന്നല്ല. അത് ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ മുസ്ലിം എന്ന് പേരിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നതിലെ അനൗചിത്യമാണ് കോടിയേരി ചൂണ്ടിക്കാണിച്ചത്. ശ്രീ അശോക് കുമാർ, ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ നജീബ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിനകത്ത് CPM ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതായത് മുസ്ലിം ലീഗിന് വർഗീയ പാർട്ടി എന്ന് പറയുന്നു. കേരളത്തിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന് വേണ്ടി ഒരേ വാഹനത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്നു, ഒരു വേദി പങ്കിടുന്നു. എങ്ങനെ കാണുന്നു? CPM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാടാണത്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ കക്ഷികളോടും ഒരു കാലത്തല്ലെങ്കിൽ മറ്റൊരു കാലത്ത് ബന്ധം പുലർത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. നമുക്കെല്ലാവർക്കും അറിയാം, ലീഗിനെ ആദ്യമായും മുന്നണിയിലെടുത്ത് മന്ത്രിസ്ഥാനം നൽകി. ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന സുലൈമാൻ സേട്ടുവിന്റെ പാർട്ടിയെ മന്ത്രിസഭയിൽ ഒപ്പം നിന്നത് അവരാണ്.
പിന്നീട് വന്നിട്ടുള്ള അബ്ദുൽ നാസർ മദനിയുടെ PDP-യോടൊപ്പം നിന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പല ഘട്ടങ്ങളിൽ അവർ കൂട്ടുകൂടിയിട്ടുണ്ട്. ഇതെല്ലാ കാലത്തുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും അധികം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മത ആളുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇടുക്കിയിലും ചാലക്കുടിയിലും തൃശ്ശൂരിലും ഒക്കെ അവർ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേരിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകൾ മതം പറഞ്ഞ് സംഘടിതമായി വാങ്ങിയിട്ടാണ് അധികാരത്തിൽ വന്നത്. പക്ഷെ അതേ സമയത്ത് പാർലമെന്റിലേക്ക് പോയിട്ടുള്ളത്. അതേ സമയത്ത് ഈ വർഷം എന്താ സംഭവിച്ചിട്ടുള്ളത്? ശബരിമല സംരക്ഷണ സമിതിയുടെ ആളുകൾ വന്നപ്പോൾ ഭക്തർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയ മുഴുവൻ ആളുകളെയും ഇവർ RSS BJP എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ വന്നിട്ടുള്ള ഒടുവിൽ കിട്ടിയ തെരഞ്ഞെടുപ്പ് സർവേകൾ അവരുടെ കയ്യിലുണ്ട്. BJP-യും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ 5-6% വോട്ടിന്റെ വ്യത്യാസമാണ്, പെർസെന്റേജ് വ്യത്യാസമാണ് അവിടെ കാണുന്നത്, പല സർവേകളും പറയുന്നത്. അതായത് ആചാര സംരക്ഷണത്തിന്റെ പേരിൽ മുഴുവൻ വിശ്വാസി സമൂഹവും BJP-യോടൊപ്പം നിന്നപ്പോൾ ഇപ്പൊ ഇവരെടുത്തിട്ടുള്ള തന്ത്രം എന്താന്ന് വെച്ചാൽ ലീഗിനെ 4 പഴി പറഞ്ഞുകൊണ്ട് ആ മുഖ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടുള്ള ശബരിമലയിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയും BJP-യിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ വോട്ട്, ആ വോട്ടിനെ തടഞ്ഞു നിർത്താനുള്ള പാഴ്വേലയാണിത്. ഇതെല്ലാവർക്കും അറിയുന്ന രാഷ്ട്രീയമാണ്. മൈനോറിറ്റി വോട്ടുകൾ ഒന്നായിട്ട് തങ്ങൾക്ക് കിട്ടുമെന്നുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ വിശ്വാസി സമൂഹത്തിനോട് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ലീഗിനെ പഴി പറഞ്ഞാൽ സാധിക്കുമെന്നുള്ള ആ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ലീഗിനെ പഴി പറയുമ്പോൾ ഇവർ ഓർക്കേണ്ട കാര്യം, ഇവർ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുൻപാണ് കേരള കോൺഗ്രസിനെയും INL-നെയും ഇടതു മുന്നണിയിലെടുത്തത്. പണ്ട് പട്ടക്കാരെയും പള്ളിക്കാരെയും തള്ളിപ്പറഞ്ഞു വന്നാൽ മുന്നണിയിലെടുക്കാമെന്ന് കേരള കോൺഗ്രസിനോട് പറഞ്ഞവർ ഇന്ത്യയിലെ മുസൽമാൻ. അശോക് കുമാർ തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല എന്നുള്ള ഒരു ധാരണ വന്നപ്പോൾ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയപരമായ തന്ത്രം CPM കാണിക്കുന്നു. അതിൻ്റെ ലോജിക്ക് അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെയായാലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടായതാണ് LDF-ന് അനുകൂലമായി. ആ ഘട്ടത്തിലൊന്നും പക്ഷേ ഇതുപോലെ മുസ്ലിം ലീഗിനെയോ മറ്റ് ഒരു മതാധിഷ്ഠിത സംഘടനയോ ഇത്തരത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ CPM മുതിർന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ശ്രീ അശോക് കുമാർ ഉന്നയിച്ച ആരോപണം സത്യമല്ല എന്നെങ്ങനെ കരുതാൻ സാധിക്കും? അത് CPIM മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നൊരു നിലപാടുണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. മുസ്ലിങ്ങൾക്കെതിരായി CPM ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് ഓരോ ഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ വിഷയങ്ങളിൽ പോലും, ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ EMS ചോദിച്ചൊരു ചോദ്യം വളരെ പ്രഖ്യാതമാണ്. മറ്റ് എത്രയോ വിഷയങ്ങളിൽ, അയോധ്യ ഉൾപ്പെടെ, ബാബറി മസ്ജിദ് ഉൾപ്പെടെ ഉള്ള എത്രയോ വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിനുണ്ടാകുന്ന ആശങ്കകളും ആകുലതകളും ഉത്കണ്ഠകളും ഭയപ്പാടുകളും അപ്പോഴൊക്കെ പാർട്ടി അവരോടൊപ്പം നിന്നിട്ടുള്ളവരാണ്. അതിൻ്റെ അർത്ഥം അവിടെയും സദ്ദാം ഹുസൈൻ്റെ കാര്യം പറയുമ്പോഴും വർഗീയത എന്നൊരു സംഭവം അവിടെയും നിൽപ്പുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അമേരിക്കൻ സാമ്രാജ്യത്വം സദ്ദാം ഹുസൈനെ പിടികൂടുമ്പോൾ, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ സദ്ദാം ഹുസൈനൊപ്പം എന്ന് EMS പറഞ്ഞാൽ, അല്ലല്ല, യുദ്ധത്തിന്റെ കാര്യമല്ല, സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ സാന്ദർഭിക അങ്ങനെ പറയുന്നതേ ശരിയല്ല. EMS ചോദിച്ച ചോദ്യം ഞങ്ങൾ സദ്ദാം ഹുസൈനൊപ്പം, നിങ്ങൾ ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, ഞങ്ങൾ അമേരിക്കയുടെ കൂടെ എന്ന് പറയേണ്ടി വരും. അമേരിക്കൻ സാമ്രാജ്യത്വവുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. അതുകൊണ്ട് ഓരോ ഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴെന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാലോ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയായിരുന്നു, ഇപ്പോൾ ആ നിലപാട് എടുത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി സംസാരിക്കുന്നു എന്ന് ചോദിച്ചാലോ, ആ ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല. ഞങ്ങൾക്ക് അല്ല, ആ നിലപാട് മാറ്റത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇത്രയും കാലം വർഗീയ പാർട്ടി ആയിരുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ മുസ്ലിം ലീഗ് കടുത്ത വർഗീയ പാർട്ടിയാകുന്നു. INL ആകട്ടെ വർഗീയ പാർട്ടിയേ അല്ല. ഈ ഒരു സന്ദർഭത്തിൽ ഒറ്റപ്പാലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ KR നാരായണൻ മത്സരിക്കുന്ന സമയത്ത് അന്ന് മദനിയുമായി വേദി പങ്കിട്ടിട്ടുണ്ടല്ലോ CPM LDF. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ വർഗീയ കക്ഷികളുമായി ഒരു ഘട്ടത്തിലും കൂട്ടുകൂടാത്തവരല്ലല്ലോ ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടെടുക്കുന്നത്.
ചില കാര്യങ്ങൾ പറയാനുണ്ട്. അബ്ദുൽ നാസർ മദനിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. അബ്ദുൽ നാസർ മദനിയെ മുസ്ലിം ലീഗ് അവഗണിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ കാലത്താണ് ഞങ്ങൾ മദനിക്കൊപ്പം നിന്നിട്ടുള്ളത്. അതിന് തെറ്റും ശരിയും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷേ അതിനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിലല്ല നമ്മൾക്ക് കാര്യങ്ങൾ നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടത്. ലീഗിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞു എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പരിപാടിയിൽ പറഞ്ഞു എന്നാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ പരിപാടി കേൾക്കുന്നതിനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. ഇവിടെ ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഉദ്ധരിക്കുകയുണ്ടായി. ആ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയെല്ലാം നടക്കുന്നത്. ആ നിലപാടിന് അത് ന്യായീകരിച്ച് അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം. അത് എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് നമ്മൾ ആദ്യം ഈ ചർച്ചയുടെ ആദ്യം കണ്ട സ്റ്റോറിയിൽ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഒരു വാചകമേ ഉള്ളൂ, ഒരു വാചകം മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്. ഞാൻ ആ വാചകത്തെ അടിസ്ഥാനമാക്കി എൻ്റെ നിലപാട് അതാണ് ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ എപ്പോഴെങ്കിലും സ്വീകരിക്കുന്ന ഒരു നിലപാട് എല്ലാ കാലത്തും അതേപടി നിലനിൽക്കണം എന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ചൂണ്ടിക്കാണിച്ച ആ ചത്ത കുതിരയുടെ പുറത്താണോ കോൺഗ്രസ്സുകാർ ഇപ്പോൾ സവാരി നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അഭിപ്രായങ്ങളിലൊക്കെ മാറ്റം വരും. കാരണം ആ പാർട്ടികളുടെ നിലപാടുകളിൽ മാറ്റം വരും. ആ പാർട്ടികളുടെ നിലപാടുകളിൽ മാറ്റം വരുന്നതനുസരിച്ച് മറ്റു പാർട്ടികൾക്ക് അവരുള്ള സമീപനത്തിലും മാറ്റം വരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒന്നുകൂടെ ഇത്തരത്തിൽ ഇപ്പോൾ BJP-യുടെ ആരോപണമായാലും ലീഗിൻ്റെ ഇപ്പോൾ യൂത്ത് ലീഗ് ഉന്നയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരു മതാധിഷ്ഠിത പാർട്ടിക്ക് എതിരെ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ അമിത്ഷായോ നരേന്ദ്രമോദിയോ എടുക്കുന്ന ഒരു നിലപാട് കേരളത്തിലേക്ക് വരുമ്പോൾ CPM സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ധാർമ്മികത അതിൽ ഉണ്ട് എന്ന് എങ്ങനെയാണ് അവകാശപ്പെടുവാൻ സാധിക്കുക? നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും പറയുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സംസാരിക്കുന്നത് എന്ന ആ അസംബന്ധമുണ്ടല്ലോ, അതിന് ഞാൻ മറുപടി പറയുന്നില്ല, അതിന് മറുപടി അർഹിക്കുന്നുമില്ല. നജീബ്, ഇപ്പോൾ താങ്കൾ കേട്ടുമല്ലോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്. താങ്കൾ തന്നെ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു അശോക് കുമാർ ഇക്കാര്യം പറഞ്ഞിരുന്നു തോന്നുന്നു. ഇത്തരത്തിൽ വളരെ ശക്തമായി മുസ്ലിം ലീഗിനെതിരെ BJP ഒരു നിലപാടെടുത്തിരിക്കുന്ന സമയം കൂടിയാണിത്. BJP വളരെ രൂക്ഷമായ വിമർശനം BJP-യുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ അതേ ഒരു ശബ്ദം ഇവിടെ കേരളത്തിൽ എന്തുകൊണ്ട് വന്നു എന്നതിന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത്? അതിൻ്റെ തുടർച്ചയായിട്ടാണ് CPM അതിനെ പറഞ്ഞത് എന്ന് കരുതാനാകില്ല. അതൊരു മൂഢമായ ആരോപണമാണ് എന്ന് തന്നെയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീ അശോക് കുമാർ, നജീബ്, നിങ്ങളിൽ ആരെങ്കിലും ഈ ചോദ്യം കേൾക്കുന്നുണ്ടോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവർ തന്നെ ഉന്നയിച്ചൊരു ആരോപണമാണ് ഞാനിപ്പോൾ താങ്കളുടെ അടുത്ത് ചോദിച്ചത്. ഇത്തരത്തിൽ യോഗി ആദിത്യനാഥിൻ്റെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ നരേന്ദ്രമോദിയുടെയോ ഒരു ശബ്ദം എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാവുക? അതെങ്ങനെയാണ് അത് രാഷ്ട്രീയപരമായി ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. അപ്പോൾ അതിനോട് താങ്കൾ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു, മൂഢമായ ആ ചോദ്യത്തിന് ഉത്തരം പറയാനില്ല എന്നും. എങ്കിലും ഒരു സ്വാഭാവികമായി രാഷ്ട്രീയത്തിന് പുറത്തേക്ക് നിൽക്കുന്നവർ, ഈ രാഷ്ട്രീയത്തിനുള്ളിൽ നിന്ന് ഇതിൻ്റെ ഇക്വേഷൻസ് ചിന്തിക്കുന്നവരല്ല, അതിന് പുറത്തേക്ക് നിന്ന് രാഷ്ട്രീയത്തിനകത്തേക്ക് നോക്കുന്നവർക്കും അത്തരമൊരു സംശയം വരില്ലേ? BJP ഉന്നയിക്കുന്നത് പോലെ ഈ ഒരു നിലപാട് തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസം മുൻപ് ഇത്തരമൊരു നിലപാട് എന്തുകൊണ്ട് CPM സ്വീകരിക്കുന്നു? ഇതുവരെ അത്തരത്തിലൊരു ഷാർപ്പായ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇതിന് മുൻപായാലും മുസ്ലിം ലീഗിനോട് അങ്ങനെ നേരിട്ട് ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അസ്വാരസ്യങ്ങളോ വന്നിട്ടില്ല. എന്തുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ? അത് എന്തുകൊണ്ട് എന്ന ചോദ്യം നിങ്ങളോട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണമായിരുന്നു. നിങ്ങളത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചെങ്കിൽ അതിന് അദ്ദേഹം എന്ത് ഉത്തരം നൽകി എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആകെ അറിയാവുന്നത് ഈ ചർച്ചയുടെ ആരംഭത്തിൽ ഇവിടെ കേൾപ്പിച്ച ഒരേ ഒരു വാചകം മാത്രമാണ് കോടിയേരി പറഞ്ഞതായിട്ടുള്ളത്. ആ വാചകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങളാണല്ലോ അത് മുഴുവൻ കേട്ടവർ, നിങ്ങളാണത് അദ്ദേഹവുമായി അഭിമുഖം നടത്തിയവർ. നിങ്ങളാ ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു.
ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായും തിരിച്ചു വരാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. പൂരം കാണാൻ പോണ പോലെ വായോ. ചുങ്കത് പാലസ്, പാലസ് റോഡ്, തൃശൂർ. നല്ല സാമ്പാർ കൂട്ടി സദ്യ ഉണ്ണുന്നതാണ് മലയാളിക്ക് രസം. ഈസ്റ്റേൺ സാമ്പാർ പൗഡർ മലയാളിയെ രസിപ്പിക്കുന്ന അസൽ രുചി. മഞ്ഞൾ ചാർത്തി നിറവാനത്തിൽ അൻപാൽ ചുറ്റി വരും മേഘം പോ നെഞ്ചിൽ ഊറി വരും ആനന്ദം തങ്കം. തങ്കം ധോത്തീസ് സാരീസ് ആൻഡ് ഷർട്ട്സ്. Celebrations. One India. Malabar Gold and Diamonds. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. പൂരം കാണാൻ പോണ പോലെ വായോ. ചുങ്കത് പാലസ്, പാലസ് റോഡ്, തൃശൂർ. തങ്കം ധോത്തീസ് സാരീസ് ആൻഡ് ഷർട്ട്സ്. ശ്രീ അശോക് കുമാർ, ഇത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു പോകുന്നത്. ഇത്തരത്തിൽ BJPയെ എതിരാളിയായി കാണുന്നതേയില്ല. രണ്ടാമത്തെ കാര്യമാണ് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് കൃത്യമായി അടിവരയിട്ട് പറയുന്നു. ഇത് രണ്ടും CPM ഏതെങ്കിലും രീതിയിൽ ഒരു പരാജയ ഭീതി മുന്നിൽ കണ്ടിട്ട് പറയുന്നതാണോ ഈ ഘട്ടത്തിൽ? എന്താണ് BJP രാഷ്ട്രീയപരമായി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും അധികം വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. 15%, 14% വോട്ടിലേക്കാണ് BJP. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്, തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് ഭാഗങ്ങളും, അതായത് മുസ്ലിം ലീഗിനെതിരെ ഇത്രയും ഷാർപ്പായ ഒരു നിലപാട് ഈ ഘട്ടത്തിൽ ചോദിക്കുന്നു. അതിനെന്താണ്, നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് എന്നുള്ളതിന് ഞങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു. തീർച്ചയായും അത് രാഷ്ട്രീയത്തിൻ്റെ, ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള, സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ കാര്യം ചോദിക്കേണ്ടതിൻ്റെ പ്രസക്തിയുമുണ്ട്. കാര്യം അമിത്ഷാ അത്തരത്തിൽ വയനാടിനെ ഒരു പാകിസ്ഥാനാണോ എന്ന് പച്ചക്കൊടി കണ്ടതുകൊണ്ട് ചോദിച്ചിരിക്കുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അത്തരത്തിൽ CPMൻ്റെ ഒരു നിലപാട് ആരാഞ്ഞിരിക്കുന്നത്. അതിനോടുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വർഗീയ പാർട്ടി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അമിത്ഷാ പറയുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞതിൽ വന്നിട്ടുള്ളത് എന്ന്. അല്ല, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നടത്താൻ ശ്രമിക്കാം, അതിലെനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അമിത്ഷാ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിനെ പുച്ഛത്തോടെ തള്ളിക്കളയാനല്ലാതെ അതിന് മറുപടി പറയുന്നതിനോ ഖണ്ഡിക്കുന്നതിനോ ഞാൻ തയ്യാറല്ല. കാരണം അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പൊരുത്തമുണ്ടായി എന്ന് വരാം. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അമിത്ഷായുടെ എക്കോയാണ്, അതിൻ്റെ പ്രതിഫലനമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതിനോട് ഒരു വിശദീകരണം ഞാൻ തയ്യാറുമല്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ ഞങ്ങളുടെ എതിർപക്ഷത്താണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ഞങ്ങൾക്കെതിരാണ്. മുസ്ലിം ലീഗുമായി 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ആ 2 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ്.
ആ ഘട്ടത്തിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ ന്യായീകരിക്കുക, ആ പാർട്ടിയുടെ പേര്, ആ പാർട്ടിയുടെ നയപരിപാടികൾ അവയൊക്കെ സാധൂകരിക്കുക, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമേ അല്ല. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ലീഗിനെ ന്യായീകരിച്ചിട്ടുണ്ടാകുമായിരിക്കാം, അത് വേറൊരു വശം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി അവശേഷിക്കുന്നത് 9 ദിവസമാണ്, 10-ാം ദിവസം അല്ലെങ്കിൽ 11-ാം ദിവസം പോളിംഗ് വോട്ടെടുപ്പാണ്. ഇവിടെ ഞങ്ങളുടെ ശത്രുവാണ് മുസ്ലിം ലീഗ്. ആ ശത്രുവിനെ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന്, ലീഗിൽ നിന്ന് അവരെ അടർത്തിയെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ പ്രയോഗിക്കും. ശ്രീ അശോക് കുമാർ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇത്തരത്തിൽ താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ ഒരു മുസ്ലിം ലീഗ് എതിർപക്ഷത്ത് വരുമ്പോൾ ഇപ്പോൾ UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായും CPMൻ്റെ ശത്രു തന്നെയാണ്. ആ ശത്രുത, രാഷ്ട്രീയപരമായ ശത്രുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുമ്പോൾ വർഗീയ ഈ സെബാസ്റ്റ്യൻ പോളിൻ്റെ, ഇപ്പോഴത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ ഈ അഭിപ്രായത്തോടല്ല വിയോജിപ്പ്. ഇത്തരത്തിൽ നിലപാട് രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തിൽ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ എതിർചേരിയിൽ നിൽക്കുമ്പോൾ വർഗീയ പാർട്ടിയും ഒപ്പം നിൽക്കുമ്പോൾ വർഗീയത ഇല്ലാത്ത പാർട്ടിയുമായി എങ്ങനെയാണ് മാറുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് BJP ഇക്കാര്യത്തിൽ പറയുന്നത്? CPMന്റെ ഇരട്ടത്താപ്പ് ഇത്രമാത്രം പരിഹാസ്യമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഇതിലൂടെ കാണുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ കേരളത്തിൽ രജിസ്ട്രേഷനുള്ള രാജ്യവിരുദ്ധത കൈകാര്യം ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതേസമയത്ത് മുസ്ലിം ലീഗ് മതബദ്ധമായിട്ടുള്ള പാർട്ടിയാണെന്നുള്ള നിലപാട് തുടക്കം മുതൽ കേരള രാഷ്ട്രീയത്തിൽ എടുത്തിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങളുടെ നയത്തിലേക്ക്, ഞങ്ങളുടെ നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഇത് CPM എത്തിച്ചേരേണ്ടി വന്നത് ഒരുപാട് കാലം വേണ്ടി വന്നിരുന്നു. അത് മാത്രമല്ല, അവരുടെ എതിരാളിയായി ലീഗ് വരുന്ന ഘട്ടത്തിൽ ലീഗ് മതപാർട്ടിയും തങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ, തങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ മതേതര പാർട്ടി എന്നും പറയുന്ന ഈ ഒരു ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഇതിനകത്ത് അധികം ചിന്തിക്കുന്നുണ്ട്. ഒരു കാര്യം, താങ്കളുടെ വാദം ഇരട്ടത്താപ്പാണ്. ഒന്നിനു കൂടെ മറുപടി പറയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രധാനമായി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്ത മറ്റൊരു വിഷയത്തിനും കൂടി ഒരു കൺക്ലൂഷൻ വേണ്ടതുണ്ട്. CPM പറയുന്നത് പോലെ BJP പ്രതിയോഗിയല്ല. 20 മണ്ഡലങ്ങളിലും BJPയെ CPM ഭയക്കുന്നില്ല. ഈ ഘട്ടത്തിൽ BJPയെ ഭയന്നതുകൊണ്ട് തന്നെയാണ് CPM ഇങ്ങനെ പറയുന്നത് എന്നാണോ BJPയുടെ വാദം? CPMന് കൃത്യമായിട്ട് അറിയാം, BJPക്ക് കേരളം പിടിക്കുവാൻ കേരളത്തിലെ 14 ജില്ലകളിലും ഒരേപോലെ വിജയിച്ചു വരേണ്ട കാര്യമില്ല. അതേസമയത്ത് കേരളത്തിലെ 6-7 ജില്ലകളിൽ, അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കോട്ടയത്തും പാലക്കാടും കാസർഗോഡും അടക്കമുള്ള നിരവധിയായിട്ടുള്ള ജില്ലകളിൽ രണ്ടാമത്തെ പാർട്ടിയും ഒന്നാമത്തെ പാർട്ടിയുമായി BJP മാറിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം ആദ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ ആ തരത്തിലൊരു നിലപാടെടുക്കുന്നത്. കാരണം ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നും ഞങ്ങൾ കേരളം പിടിക്കുമെന്നും ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. ഞങ്ങളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തിന്റെ വ്യത്യാസം നേർത്തു വരുന്നു, തുല്യതയിലേക്ക് വരുന്നു. ഞങ്ങൾക്ക് അവരുടെ മുകളിൽ CPMന്റെ ആരോപണത്തിന് അടിസ്ഥാനമില്ല. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ശ്രീ നജീബ്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് വന്നതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെതിരെ, ഞാൻ നേരത്തേത് ശ്രീ കൃഷ്ണകുമാറിനോടും ചോദിച്ചതാണ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ചോദിച്ചതാണ്, ഇത്തരത്തിൽ മുഖ്യ ശത്രു UDFിൻ്റെ ഭാഗത്ത്, UDF മുഖ്യ ശത്രുവായി നിൽക്കെ ആ മുന്നണിയിലുള്ള ഘടകകക്ഷികളെല്ലാം സ്വാഭാവികമായും LDFിൻ്റെ CPMൻ്റെ ശത്രുക്കൾ തന്നെയാണ്, രാഷ്ട്രീയ വൈരികൾ തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് വർഗീയവാദി എന്ന് പറയുന്നു. നാളെ രാഷ്ട്രീയപരമായ ഒരു യോജിപ്പുണ്ടായാൽ വർഗീയവാദി അല്ലാതാകുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു വിരോധത്തിനപ്പുറം വർഗീയവാദി എന്നുള്ള പ്രയോഗം കാലാനുസൃതമായി അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണോ? ഞാൻ പറഞ്ഞല്ലോ, നാളെ ഒരു മുന്നണി ഒന്നിച്ചു വരുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. ഇന്ന് തന്നെ മുന്നണിയിലാണ്. CPM ഞങ്ങളും ഒരുമിച്ച് തന്നെയാണ് ഇന്നുമുള്ളത്. ഞങ്ങള് കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ തമിഴ്നാട്ടിൽ ഞങ്ങൾ 3 രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചാണ് നിൽക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായും ഈ അഭിപ്രായ പ്രകടനം എന്തുമാത്രം മണ്ടത്തരമാണ് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പൊ CPM-ന് ഇവിടെ ആവശ്യമുള്ളത് മറ്റു ചില പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും ഇനി കോടിയേരി ബാലകൃഷ്ണനോ യോഗി ആദിത്യനാഥോ ആരും ആവട്ടെ അവരുടെ മുമ്പിൽ ഏത്തമിട്ട് ഞങ്ങളുടെ മതേതരത്വം തെളിയിക്കേണ്ട ഒരു കാര്യവും മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനുമില്ല, നേതാവിനുമില്ല. കാരണം ഞങ്ങൾ 10-70 വർഷമായി ഇന്ത്യയിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങള് കോൺഗ്രസിനെ പോലെ, CPM-നെ പോലെ, BJP-യെ പോലെ, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ അംഗീകാരമുള്ള, ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന, ജനാധിപത്യ ബോധമുള്ള മുസ്ലിം സമുദായത്തെ കൂടുതൽ ജനാധിപത്യ തീർച്ചയായും ശ്രീ നജീബ്, മതാധിഷ്ഠിത പാർട്ടി തന്നെയാണ് മതേതര പാർട്ടി എന്ന് UDF അതിന് കൃത്യമായ പിന്തുണയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തരുന്നുമുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അവസാനമായി ഒരു ചോദ്യം കൂടി. ഇത്തരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നജീബ് ചോദിച്ചതുപോലെ കോടിയേരി ബാലകൃഷ്ണനെ പോലെ രാഷ്ട്രീയത്തിൽ ഇത്രയും പരിണതപ്രജ്ഞനായ ഒരാൾ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും ഒരു ബുദ്ധിമോശമായിരിക്കില്ല പറഞ്ഞത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള വാക്കുകൾ തന്നെയായിരിക്കും. അത് അബദ്ധത്തിൽ പറഞ്ഞതുമാവില്ല. അബദ്ധത്തിൽ പറഞ്ഞു, അതൊരു നാവിൻ്റെ പിഴ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. ഇവിടെ വളരെ വ്യക്തത, രാഷ്ട്രീയമായ വ്യക്തത ഉണ്ടായിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം വളരെയേറെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ന്യായീകരണമുണ്ട്. ആ ന്യായീകരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളോട് കടുത്ത നീരസം BJP-യും ഒപ്പം തന്നെ കോൺഗ്രസും ഒപ്പം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും പുലർത്തിയിരിക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ എഡിറ്റേഴ്സ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.